ദേ, ഈ താലി മാത്രം ഞാൻ കൊണ്ടുപോവാണ്, വേണ്ടാന്ന് പറയരുത്. എനിക്ക് വേണ്ടിയാണ് ഇത്രയും നാളും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത എനിക്കൊപ്പം അങ്ങ് കഴിഞ്ഞതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു കുട്ടിയെ തന്നെ അങ്ങക്ക് കിട്ടും, ഉറപ്പാ. അങ്ങയുടെ ലൈഫിലേക്ക് വരുന്ന പെൺകുട്ടി ആരാണേലും ഒത്തിരി ഭാഗ്യം ചെയ്ത കുട്ടി തന്നെയാവും അത്. അറിഞ്ഞോ അറിയാതെയോ ആ മനസ്സ് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അമ്മയോടും അച്ഛനോടും എന്നെ വെറുക്കരുതെന്ന് പറയണം. എൻ്റെ ഗതികേട് കൊണ്ട് ചെയ്തു പോയതാ ഇങ്ങനെയൊക്കെയെന്ന് പറയണം. എന്നാൽ ഞാൻ പോട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം, ഒരിക്കലും അതിന് മടിക്കരുത്. തമ്പിക്കോ എത്ര നേരം ഞാൻ വിളിക്കുവാ? ഞാനിവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒത്തിരി നേരമായി. ഷൈനേട്ട വരുന്ന ഫ്ലൈറ്റ് ലേറ്റ് ആണോ? നീലു, അത് എടാ ഞാൻ എനിക്ക് വരാൻ പറ്റില്ല. വരാൻ പറ്റില്ലേ? എന്തൊക്കെയായി പറയുന്നേ? ശൈലേട്ടാ, വെറുതെ കളിക്കല്ലേ. ഞാനിവിടെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുവാണ്. എത്ര നേരം കൊണ്ട് ഞാനിവിടെ നിൽക്കുവാണെന്ന് അറിയോ? എന്താ ശൈലേട്ടാ, എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ? നീലു, അത് നീ തിരിച്ചു പോ. എനിക്ക് വരാൻ കഴിയില്ല. എന്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കണം പ്ലീസ്. എന്താ തിരിച്ചു പോവാനോ? എന്തൊക്കെയായി പറയുന്നേ? നീലു, ഞാൻ പറയുന്നത് നീ ഒന്ന് സമാധാനമായിട്ട് കേൾക്കണം. എനിക്ക് നിന്നെ സ്വീകരിക്കാൻ കഴിയില്ല. എൻ്റെ അപ്പനും അമ്മച്ചിയും ഒരു വിധത്തിലും സമ്മതിക്കുന്നില്ല. എൻ്റെ മാക്സിമം ഞാൻ നോക്കി, പക്ഷേ വിവാഹം കഴിഞ്ഞ് തന്നെ ഒരു കാരണവശാലും അവർ അംഗീകരിക്കില്ലെന്നാ പറയുന്നത്. അവരെ എതിർത്ത് എനിക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അത് മാത്രമല്ല, ലാസ്റ്റ് വീക്ക് എൻ്റെ മാരേജ് കഴിഞ്ഞു. ഇവിടെ തന്നെയുള്ള ആളാ. നീ നിന്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകണം. കാരണം അയാൾ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അത് ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും അയാൾ നിനക്ക് വേണ്ടി ഇങ്ങനെ കൂട്ട് നിൽക്കില്ല. നീലു, പ്ലീസ്, എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഞാനിത്. അങ്ങനെ നീ ഒരിക്കലും കരുതരുത്. കർത്താവിനെ ഓർത്ത് ഒന്ന് തിരിച്ചു പോ പ്ലീസ്. നമ്മൾ ഒരുമിച്ചുള്ളൊരു ലൈഫ് അതിനി പ്രാക്ടിക്കൽ അല്ല. ബിക്കോസ് നീ ഇന്ന് മറ്റൊരാളുടെ ഭാര്യയാണ്. ഒരിക്കലും എൻ്റെ വീട്ടുകാര് എന്നെ അക്സെപ്റ്റ് ചെയ്യില്ല. നീലു, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. കഴിഞ്ഞതൊക്കെ നീ മറക്കണം. എന്നിട്ട് നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളിനൊപ്പം തന്നെ പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം. എന്നെ ശപിക്കരുത് മോളെ. നീ പറ്റിപ്പോയി ഇങ്ങനെയൊക്കെ. സോറി, നിന്റെ കാല് പിടിച്ച് സോറി. ഇനി ഒരിക്കലും ഒരു ശല്യമായിട്ട് നിന്റെ ലൈഫിലേക്ക് ഞാൻ വരില്ല. നല്ലത് മാത്രമേ നിനക്ക് വരൂ, നല്ലത് മാത്രം. എന്നാ ശരി, ഞാൻ വെക്കുവാ. തിരിച്ചു പോന്നേ കേട്ടോ. എന്താ പറഞ്ഞേ? കല്യാണം കഴിഞ്ഞോ? അപ്പൊ നീലു, ഒന്നും പറയണ്ട തമ്പാ. എനിക്കറിയില്ല ഇതൊന്നൊക്കെയാ നടക്കുന്നതെന്ന്. എന്റെ ലൈഫ് ഇത് എങ്ങോട്ടേക്കാ പോണെന്ന്. ഷൈനേട്ടൻ പറഞ്ഞതനുസരിച്ച് എല്ലാം ഞാൻ ചെയ്ത്. എന്നിട്ടിപ്പോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ ഞാൻ ഇനി ചെയ്യാ? എനിക്കറിയില്ല. വിശ്വസിക്കാൻ കഴിയണില്ല എനിക്ക്.
ചതിക്കുന്നു. ഷൈനേട്ടൻ എന്നെ ചതിക്കുമായിരുന്നു. ഇല്ല ഇല്ല, ഷൈനേട്ടൻ അതിന് കഴിയില്ല. ഷൈനേട്ടൻ അതിന് കഴിയില്ല. നീലു, ലുക്ക്, ഇതിനിടയിൽ താൻ അറിയാതെ നടന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. തനിക്കറിയാലോ, എൻ്റെ വെയർഅബൌട്ട്സ് ഫുൾ US-ലാണ്. ഞാൻ ജനിച്ചതും പഠിച്ചതും വളർന്നതും ഒക്കെ അവിടെയാണ്. സോ തന്നിൽ നിന്നും കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ചിട്ട് താൻ സ്നേഹിക്കുന്ന ആളിപ്പോൾ US-ലാണെന്ന് മനസ്സിലായി. ഈ റിലേഷൻഷിപ്പിൽ താൻ 110% സിൻസിയർ ആണെന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലായ ഒരു കാര്യമാണ്. ബട്ട് താൻ സ്നേഹിക്കുന്ന ആ ചെക്കൻ, അയാളുടെ കാര്യത്തിൽ മാത്രം എന്തോ സസ്പീഷ്യസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത് പല കാര്യങ്ങളും. നമ്മുടെ മാരേജിന് ശേഷം ഒത്തിരി വട്ടം നീലു അയാളെ കോണ്ടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്തിരുന്നു. ബട്ട് നോ യൂസ്. അതിൽ താൻ ഒത്തിരി ഡെസ്പായിരുന്നതും ഞാൻ നോട്ടീസ് ചെയ്തിരുന്നു. അങ്ങനെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണമായിരുന്നു, എനിക്ക് വ്യക്തമാവണമായിരുന്നു. തന്നെ പോലെ അയാളും ഈ റിലേഷൻഷിപ്പിൽ സിൻസിയർ ആണെന്ന്, ആണോ അതോ അല്ലയോ എന്ന് എനിക്ക് ഉറപ്പ് വരുത്തണമായിരുന്നു. അതുകൊണ്ട് അയാളെക്കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഹലോ വൈഷ്ണവ്, എടാ സുഖല്ലേ? റോബി ഡാ, എന്ത് പറയാനാ, വൻ ബോറടിയാണ്. ഒന്നും ചെയ്യാനില്ലല്ലോ ഇവിടെ പ്രത്യേകിച്ച്. മെയിനായിട്ട് അതാ പ്രശ്നം. പിന്നെ പറ, എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ? ഓ, നീ ഇല്ലാത്തൊരു കുറവ് നല്ല പോലെ ഉണ്ട് ഇവിടെ. ബട്ട് ബാക്കിയൊക്കെ യാ ഇറ്റ്സ് ഓക്കെ. എടാ പിന്നെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ അർജൻറ്റായിട്ട് നിന്നെ വിളിച്ചത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാ. ലൈക്ക് ഫ്യൂ ഡേയ്സ് ബാക്ക് നീ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ? എന്നോട് ഒരാളെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞല്ലായിരുന്നോ? വൺ മിസ്റ്റർ ഷൈൻ ജേക്കബ്. ഫുൾ ഡീറ്റെയിൽസ് കിട്ടി. ആണോ? നീ ഡീറ്റെയിൽ ആയിട്ട് പറയേ. വൈഷ്ണവ്, എടാ അറിഞ്ഞിടത്തോളം അത്ര വെടിപ്പല്ല. നാട്ടിൽ നിന്ന് സ്കോളർഷിപ്പോട് കൂടി MBBS പാസ്സായി പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനായിട്ട് ഇവിടേക്ക് വന്നതാ. അറിയാലോ, നമ്മുടെ ഈ ഡെവലപ്ഡ് കൺട്രിയിലേക്ക് ചേക്കേറുന്ന ഒരു സാധാരണ മലയാളിയുടെ അവസ്ഥ കൈവിട്ടു പോകാനാണ് ഏറെയും സാധ്യത. പ്രത്യേകിച്ച് സ്റ്റുഡൻസ് വിസയിൽ ഒറ്റയ്ക്ക് വരുന്ന ചെറുപ്പക്കാര്. ഇയാളുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. 2 days ബാക്ക് പുള്ളിയുടെ മാരേജ് കഴിഞ്ഞു. വാട്ട്? മാരേജ് കഴിഞ്ഞെന്നോ? യാ, ആക്ച്വലി കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് ഡേറ്റിംഗ്. ആക്സിഡന്റലി ഷീ ഗോട്ട് പ്രഗ്നന്റ്. അങ്ങനെ തലയിലായി. ആ പെൺകുട്ടി ആക്ച്വലി ഇവിടെ ഉള്ളതാ. ഇതാണ് പുള്ളിയുടെ ഹിസ്റ്ററി. ഇപ്പോൾ സ്റ്റഡീസ് കംപ്ലീറ്റ് ആക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിൽക്കുക. ആൻഡ് യു നോ വാട്ട്, ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഇസ്, ഈ പുള്ളിക്കാരൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് വരുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലാണ്, അണ്ടർ യുവർ ട്രെയിനിങ്. യെസ്, ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ന്യൂറോസർജൻ ഡോക്ടർ വൈഷ്ണവ് പ്രഭാകരൻ്റെ ജൂനിയർ ആയിട്ട് ആഫ്റ്റർ 2 months ജോയിൻ ചെയ്യും. നീ ഇപ്പോൾ ലീവല്ലേ? ലീവിലല്ലേ? അത് 2 months ഡിലേ ആയേ. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. Oh, wow, that's nice. എൻ്റെ ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്യാനിരിക്കുക അല്ലേ? വെൽക്കം മിസ്റ്റർ ഷൈൻ. അപ്പോൾ കാര്യങ്ങൾ ഞാൻ കരുതിയ പോലെ തന്നെയാ. Okay, well, thanks a lot, Robbie. Thanks a lot. Oh, that's okay, da. Well, നീ വന്നിട്ട് 1 treat ഉണ്ട് കേട്ടോ. നാട്ടിലേക്ക് ലീവിനാണ് പോവാണെന്ന് പറഞ്ഞ് പോയിട്ട് കല്യാണം കഴിച്ചിട്ട് ഇരിക്കുക. Well, ശരിടാ, ഞാനിപ്പോൾ ഡ്യൂട്ടിയില്ല. പിന്നെ വിളിക്കാട്ടോ. ഓ, ആയിക്കോട്ടെ. ഞാൻ ആദ്യം ഒന്ന് വന്നോട്ടെ അവിടെ, എന്നിട്ട് എന്ത് ട്രീറ്റ് വേണേലും ചെയ്യാം. പോരെ? എന്നാ പിന്നെ ഡ്യൂട്ടി നടക്കട്ടെടാ. നീ ഫ്രീ ആകുമ്പോൾ വിളിച്ചാൽ മതി. ഓക്കെ? വൺസ് അഗൈൻ താങ്ക്സ് എ ലോട്ട്, റോബി. സോ ഐ ആം റൈറ്റ്. ഷൈൻ ജേക്കബ് തരകൻ ഒരു പാവം പെണ്ണിനെ പറഞ്ഞ് പറ്റിച്ച് ഫേക്ക് പ്രോമിസും കൊടുത്ത് തട്ടിക്കളിക്കുക അല്ലേ നീ? ബട്ട് യു ആർ മിസ്റ്റേക്കൺ മൈ ബോയ്. ഇവിടെ നിനക്ക് തെറ്റി, പാടെ തെറ്റിപ്പോയി. നീലിമ എൻ്റെ വൈഫാണ്, ഡോക്ടർ വൈഷ്ണവ് പ്രഭാകരന്റെ വൈഫ്. നീ അറിയാൻ പോണേ ഉള്ളൂ ഈ ഞാൻ ആരാണെന്ന്. Bloody asshole. Hello, who's this? ഓ, അപ്പോ നാട്ടിലെ നമ്പർ കണ്ടാലേ നീ ഫോൺ എടുക്കും അല്ലേ? ആരാ ഇത്? ഓപ്സ്, ഐ എം സോറി ഡിയർ. ഷൈനല്ലേ സംസാരിക്കുന്നേ? യാ, ആയിരിക്കും. വെൽ, ഐ എം വൈഷ്ണവ്, Dr. Vaishnav Prabhakar. Dr. Vaishnav, neurosurgeon? Yeah,
അതന്നെ. You are going to practice under me. Oh, കർത്താവേ, what a pleasant surprise. Good morning, doctor. സാറ് ലീവ് ആയതുകൊണ്ടാണ് എൻ്റെ ഇന്റേൺഷിപ്പ് 2 മാസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തത്. Well, I'm so sorry. Belated happy married life, sir. Oh, thank you. And same to you. തൻ്റെ മാരേജും കഴിഞ്ഞു എന്നറിഞ്ഞു ബിഫോർ 2 days അല്ലേ? അല്ല, വൈഫ് എന്താ ചെയ്യുന്നത്? ആക്ച്വലി ഷീസ് ഓൾസോ കംപ്ലീറ്റഡ് ഹർ പോസ്റ്റ് ഗ്രാജുവേഷൻ വിത്ത് മീ നൗ. തൽക്കാലം പ്രാക്ടീസിനൊന്നും പോകുന്നില്ല. അല്ല, സാറിൻ്റെ വൈഫ് എന്താ ചെയ്യുന്നത്? പഠിക്കണോ അതോ എനി ജോബ്? ഷീസ് ഡൂയിങ് ഹർ തേർഡ് ഇയർ MBBS in Bangalore and അവളുടെ നെയിം നീലിമ ശേഖർ. ഓപ്സ്, I'm sorry. ഇപ്പോൾ നീലിമ വൈഷ്ണവ്. ഹലോ ഷൈൻ, എന്താണോ താൻ ഞെട്ടിയോ എൻ്റെ വൈഫിന്റെ പേര് കേട്ടപ്പോ? പറയൂ, എന്താ താൻ പെട്ടെന്നങ്ങ് സൈലന്റ് ആയേ? അത് ഞാൻ സർ, കാര്യങ്ങള് ഈ രീതിയിലേക്ക് വരുമെന്ന് നീ ഓർത്തില്ലല്ലേ? പനിനീർ പൂ പോലുള്ള ഒരു പാവം പെങ്കൊച്ചിനെ പറഞ്ഞ് പറ്റിച്ചപ്പോ, സ്നേഹം അഭിനയിച്ച് പച്ചയ്ക്ക് ചതിച്ചപ്പോ നീ ഓർത്തില്ലല്ലേ അവക്ക് വേണ്ടി ചോദിക്കാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷൻ ഇങ്ങനെ നിന്റെ മുന്നിൽ വരുമെന്ന്? എന്ത് തെറ്റാടാ ചെറ്റേ ആ പാവം എന്നോട് ചെയ്തേ? നീ കൊടുത്ത ആഗ്രഹങ്ങളും ഫേക്ക് പ്രോമിസും ഒക്കെ മുറുക്കെ പിടിച്ച് ഇപ്പോഴും നീ വരുന്നതും കാത്ത് നിനക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുക ആ പാവം. കല്യാണം കഴിഞ്ഞ അന്ന് നൈറ്റ് തന്നെ അവൾ എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. കുറച്ചു നാളത്തെ പരിചയം മാത്രമേ എനിക്ക് നീലിമയായിട്ടുള്ളൂ. എനിക്ക് മനസ്സിലായി നീ എന്നൊരു ചതിയനെ അവൾ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന്. ബട്ട് നീ, നിന്നെ കുറിച്ച് ഞാൻ അറിഞ്ഞു മനസ്സിലാക്കിയ കാര്യങ്ങള് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ബട്ട് ദൈവം എന്റെ നീലിമയുടെ കൂടെയാ. അതുകൊണ്ടാ നിന്റെ ഈ റിയൽ ഫേസ് ഇപ്പോഴെങ്കിലും പുറത്തേക്ക് വന്നേ. അവളെ ഞാൻ താലി കെട്ടിയ എന്റെ ഭാര്യയാ, എന്റെ പെണ്ണാ. നിന്നെ പോലൊരു ചെറ്റയ്ക്ക് തട്ടിക്കളിക്കാനുള്ളതല്ല അവള്. സർ ഞാൻ പറയുന്ന ഒന്ന് നിർത്തണ ചേട്ടെ. ആ പാവം പെണ്ണിന്റെ ലൈഫ് വെച്ചാ ഇത്രയും നാളെ നീ കളിച്ചേ. എന്റെ മുന്നിൽ നിന്നെ കിട്ടാത്തത് നിന്റെ നല്ല കാലം. ഒരു കാര്യം നീ ഇനി നിന്റെ ചെവി തുറന്നു തന്നെ കേട്ടോ. നീലിമ ഞാൻ താലി കെട്ടിയ എന്റെ ഭാര്യയാണ്, എന്റെ പെണ്ണാണ് അവള്. ഇനി ഈ വൈഷ്ണവിന്റെ ഭാര്യയായിട്ട് തന്നെ അവള് ജീവിക്കും, ഒരു രാജകുമാരിയെ പോലെ, മിസ്സസ് നീലിമ വൈഷ്ണവായിട്ട്. പിന്നെ നിന്നോടൊരു കാര്യം ഞാൻ പറയാം, നിന്റെ ഈ റിയൽ ഫേസ് നീ തന്നെ അവളെ അറിയിക്കണം. ഐ റിയലി നോ വലിയൊരു താഴ്ചയിലേക്ക് അവള് വീഴാൻ പോണേ. ബട്ട് ഞാനുണ്ടാവും അവൾക്ക് താങ്ങായിട്ടും തണലായിട്ടും. ഈ ഞാനുണ്ടാവും എൻ്റെ പെണ്ണിന്റെ കൂടെ തന്നെ, എൻ്റെ ലൈഫിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് കൂടെ തന്നെ ഉണ്ടാവും ഞാൻ. 2 ദിവസത്തെ സമയം ഞാൻ നിനക്ക് തരും, 2 ദിവസത്തെ സമയം. അതിനുള്ളില് നീലിമയെ എല്ലാം നീയായിട്ട് അറിയിച്ച നിനക്ക് കൊള്ളാം. ഇനി മറിച്ചാണെങ്കില് നീയായിട്ട് അറിയിച്ചില്ല എങ്കില് നിനക്കുണ്ടാവാൻ പോണ നഷ്ടം അത് നീ വിചാരിക്കുന്നതിനെക്കാട്ടിലും ഒക്കെ ഒത്തിരി 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 വലുതാവും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. കേരള പന്ന മുൻകൂട്ടി അറിഞ്ഞിട്ട് പറയാറുന്നില്ലേ എന്നോടൊരു വാക്ക്? ഇങ്ങനെ ഒരു കോമാളിവേഷം കിട്ടേണ്ടി വരുമായിരുന്നു എനിക്ക്. ഒരു വാക്ക് പറയാറുന്നില്ല. എടാ, ഇത് ഞാനായിട്ട് പറഞ്ഞാല് ഒരിക്കലും നീ വിശ്വസിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിയ. എന്താ ഞാനിനി ചെയ്യാ? എനിക്കറിയില്ല എന്റെ തേവരെ. ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയ എന്റെ അച്ഛനോട്, അമ്മയോട്, എന്റെ കഴുത്തിൽ താലി കെട്ടിയ അങ്ങയോട്, അങ്ങയുടെ വീട്ടുകാരോട്, എല്ലാവരെയും വേദനിപ്പിക്കാൻ നോക്കി. അവനെ കുറിച്ച് ഞാൻ ഓർത്തില്ല. അയാളെ പറഞ്ഞപ്പോഴായ വാക്കുകൾ കണ്ണും പൂട്ടി ഞാൻ വിശ്വസിച്ച് അയാൾക്ക് വേണ്ടി കാത്തിരുന്നു. എന്റെ തേവരെ തന്ന ശിക്ഷ എനിക്കിത്. ഞാനിത് അറിയിക്കുന്നത് തന്നെയാണ്.
രക്ഷിച്ച്. ഏയ് നോ, താൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. തന്നെ പോലെ എല്ലാ രീതിയിലും പ്യുവർ ആയിട്ടുള്ള ഒരു പെങ്കൊച്ചിനെ ഈ കാലത്ത് കാണാൻ തന്നെ കഴിയില്ല. അത് മാത്രമല്ല, താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീലു. ഈ റിലേഷനിൽ അങ്ങേയായിട്ട് സിൻസിയർ ആയിരുന്നു താൻ, ലോയൽ ആയിരുന്നു. ബട്ട് പോട്ടെ, തന്നെ പോലൊരു കുട്ടിയെ ആ ഡിസേർവ് ചെയ്യുന്നില്ല, അത്ര തന്നെ. നീലു, can I ask you one thing? താൻ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നോക്കണോ എന്നാണേൽ അങ്ങനെ. അതല്ല, ഒക്കെ മറന്ന് എൻ്റെ ഭാര്യയായിട്ട്, ഈ വസുവിൻ്റെ പെണ്ണായിട്ട് എൻ്റെ ലൈഫിലേക്ക് വരാൻ തനിക്ക് കഴിയുമെങ്കിൽ പൂർണ്ണ മനസ്സോടെ 2 കൈ നീട്ടി സ്വീകരിക്കാൻ, ഈ 2 കൈ നീട്ടി തന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. നീലിമയ്ക്ക് അറിയില്ല തന്നെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഫ്രം ദ വെരി ഫസ്റ്റ് മൊമെന്റ് ഐ സോ യു, തൻ്റെ ആ തുറച്ചുള്ള നോട്ടമില്ലേ, അത് സത്യം പറഞ്ഞാൽ വന്ന് പതിച്ചത് ദേ ഈ നെഞ്ചിൻ്റെ ഉള്ളിലേക്കാ. ഈ വസുവിൻ്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ട്. യുനോ വാട്ട്, ഒരുപാട് ഗേൾസ് എൻ്റെ പുറകെ നടന്നിട്ടുണ്ട്. കോളേജിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒക്കെ ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ഗേൾസ്. എന്തിന് കൂടുതൽ പറയുന്നു, പാവം എൻ്റെ അമ്മ എനിക്ക് വേണ്ടി നോക്കിയിട്ടുള്ള ഒത്തിരി ഗേൾസ്. ആരും തന്നെ ഈ വസുവിൻ്റെ മനസ്സിലേക്ക് കയറിയിരുന്നില്ല. ബട്ട് യു, ആദ്യ നോട്ടത്തിൽ തന്നെ താൻ എന്നെ മെന്റലി വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. സ്റ്റിൽ ഇപ്പോഴും. പക്ഷെ അന്ന് നൈറ്റ് ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞേ. മനസ്സിൽ ആദ്യമായിട്ട് ഇഷ്ടം തോന്നിയ കുട്ടിയെ തന്നെ താലി കെട്ടി സ്വന്തമാക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി ഹാപ്പി ആയിരുന്നു ഞാൻ. സോ എനിക്ക് തന്നോടുള്ള ഇഷ്ടം അന്ന് നൈറ്റ്, നമ്മുടെ ഫസ്റ്റ് നൈറ്റിൽ തന്നെ തുറന്നു പറയാൻ ഇരിക്കുമായിരുന്നു. അപ്പോഴാ താൻ തൻ്റെ മനസ്സിൽ മറ്റൊരാളാണെന്നും അയാൾക്ക് വേണ്ടി താൻ ഇപ്പോഴും കാത്തിരിക്കുവാണെന്നും പറഞ്ഞേ. സത്യം പറഞ്ഞാൽ തകർന്നുപോയി ഞാൻ, ശരിക്കും തകർന്നുപോയി. പക്ഷേ ഒന്നിൻ്റെ പേരിലും താൻ വിഷമിക്കുന്നത് കാണാൻ കഴിയില്ലായിരുന്നു എനിക്ക്. അതാ ഞാൻ ഒക്കത്തിന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നേ. അന്ന് തൊട്ട് ഇന്ന് വരെ തന്നോടുള്ള ഇഷ്ടം ഒരു ലിമിറ്റും ഇല്ലാണ്ട് കൂടി വരുന്നതല്ലാണ്ട് ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല. That much I love you. ഓരോ നിമിഷവും തന്നിലേക്ക് കൂടുതൽ അടുക്കുമായിരുന്നു ഞാൻ. You're my first and last love, നീലിമ. എന്താ പറയണ്ടേ? Now you can take the decision. I won't force you. ഇപ്പോൾ എന്തായാലും ഞാൻ തന്നെ വീട്ടിൽ കൊണ്ടാക്കാം. തൻ്റെ വീട്ടിൽ കൊണ്ടാക്കാം. നീലിമയുടെ മാനസികാവസ്ഥ, ഇപ്പോഴത്തെ തൻ്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും, നല്ല പോലെ മനസ്സിലാവും. സോ അതും തന്നൊന്ന് റിലാക്സ്ഡ് ആവുക. അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. താമ്പാ എന്താ താനിപ്പോ എന്നെ വിളിച്ചേ? എത്ര കൊതിച്ചിട്ടുണ്ടെന്നറിയോ ഇങ്ങനൊരു വിളി കേൾക്കാന്? വസുവേട്ടാ, നമുക്കിപ്പോ എന്റെ വീട്ടിലേക്കല്ല, വസുവേട്ടന്റെ വീട്ടിലേക്ക് പോവാം. എനിക്കൊന്നും അറിയില്ലായിരുന്നു വസുവേട്ടന്റെ മനസ്സിൽ ഞാൻ ഉണ്ടായിരുന്നു എന്ന്. ഈ പൊട്ടിപ്പെണ്ണിന് അറിയില്ലായിരുന്നു. കുറച്ച് സമയം തരണം, പഴയതൊക്കെ എന്റെ മനസ്സിൽ നിന്ന് കളയാൻ, എനിക്ക് നോക്കിയാവാൻ ഞാൻ അപേക്ഷിക്കുക. എന്നോട് ഒരുപാട് കരുണ കാണിച്ചിട്ടുള്ള ആളല്ലേ, ഇപ്പോഴും ഞാൻ അപേക്ഷിക്കുവാണ്. പ്ലീസ് കുറച്ച് സമയം എനിക്ക് തരണം. വസുവേട്ടന്റെ ലൈഫിലേക്ക് വരാനായിട്ട് കുറച്ച് സമയം, ഒക്കെ മറന്ന് വസുവേട്ടന്റെ മാത്രം നീരുവാനായിട്ട് കാല് ഞാൻ പിടിക്കും. കുറച്ച് സമയം തരാമോ എനിക്ക്? നീലു, ദേ നോക്ക്, തനിക്ക് വേണ്ടി കുറച്ച് നാളല്ല, എൻ്റെ ഈ ജന്മം മുഴുവനും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ.
പാൽ പുഞ്ചിരിയിൽ ഞാൻ അറിയുന്നു എന്നോടുള്ള നിൻ സ്നേഹം സ്നേഹം. പ്രിയനേ നിൻ ഹൃദയതാളത്തിൽ നിൻ പൊൻവാക്കുകളിൽ ഞാൻ അറിയുന്നു എന്നോടുള്ള നിൻ സ്നേഹം സ്നേഹം. I'll miss you. വെണ്ണിലാവിൻ ശോഭയാർന്ന നിൻ പുഞ്ചിരിയിൽ ഞാൻ എന്നെ തന്നെ മറന്നു പോയി പൊന്നുഷസേ. ഞാൻ പൊന്നുഷസല്ല നീ എന്ന വിഗ്രഹത്തിൻ ആരാധിക. സഖിയേ നിൻ കാൽച്ചിലമ്പിൻ കിലുക്കമെൻ കാതിന് കുളിരാണ്. പ്രിയനേ നിൻ ഹൃദയതാളത്തിൽ നിൻ പൊൻവാക്കുകളിൽ ഞാൻ അറിയുന്നു എന്നോടുള്ള നിൻ സ്നേഹം സ്നേഹം സഖിയേ. ശ്ശോ, എന്തൊരു മഴയത് എപ്പോ തുടങ്ങിയതാ? അയ്യോ, വസുവേട്ടൻ നേരത്തെ ഉറങ്ങിയോ? ഓ പാവം. എന്ത് ഭാഗ്യം ചെയ്തിട്ടാണോ ഈ മനുഷ്യനെ എനിക്ക് കിട്ടിയതെന്നെ തേവരെ അറിയില്ല. പാവം ഈ തണുപ്പത്തും സോഫയിൽ ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങുക എന്നെ കരുതിയിട്ട്. ഇനിയും വയ്യ, ഇനിയും ആ പാവം മനുഷ്യന്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ പാടില്ല. മതി നീലു, ഒക്കെ തീർന്നു. ഇനി പുതിയ ലൈഫ്, പുതിയ ജീവിതം. എന്നെ വേട്ടയാടുന്ന ആ പഴയ പാസ്റ്റിലേക്ക് ഒരു രീതിയിലും തിരിച്ചു പോണ്ട. ഓർമ്മ കൊണ്ട് പോലും ദേ, ഇതാണ് നിന്റെ ലൈഫ്, ഇത് മാത്രമാണ് നിന്റെ ലൈഫ്. വിളിക്കേ, വസുവേട്ടനെ വിളിക്കേ. വസുവേട്ടാ, വസുവേട്ടാ, വസുവേട്ടാ. എന്താടാ? എന്താ പറ്റിയേ? ഏ? നീ ഉറങ്ങിയില്ലേ ഇതുവരെ? അറിഞ്ഞില്ല. അല്ല, ഈ മഴയത്ത് ഈ പൊരിഞ്ഞ തണുപ്പത്ത് എന്തിനാ ഇങ്ങനെ സോഫയിൽ വന്ന് കിടക്കുന്നേ? എഴുന്നേക്ക്, ബെഡിൽ വന്ന് കിടക്ക്. എഴുന്നേക്ക് വസുവേട്ടാ. എന്താ? ഞാൻ ഉറക്കപ്പിച്ചത് കേട്ടതൊന്നും അല്ലല്ലോ. നീലു, നീ ഹേയ്, നീല് തന്നെയാ പറയണേ. വാ, വന്ന് വീട്ടിൽ കിടക്കാം. വാ. എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? വസുവേട്ടാ, ഇനി ഈ മനസ്സിലെ സ്നേഹം കണ്ടില്ലെന്ന് വെക്കാൻ എനിക്ക് കഴിയില്ല. ഇപ്പോ പൂർണ്ണമായിട്ടും മനസ്സുകൊണ്ട് വസുവേട്ടൻ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. എനിക്കറിയാം എൻ്റെ ലൈഫ് വസുവേട്ടനാണെന്ന്. എൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ഈ താലിയുടെ അവകാശി എൻ്റെ വസുവേട്ടൻ മാത്രമാണെന്ന്. അതെ, തയ്യാറായി വസുവേട്ടാ. ഇനിയിലും
ബസ്വേട്ടൻ്റേത് മാത്രമാണ്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാ രീതിയിലും. എന്താ പറയാ, ഇനിയും ഈ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല ബസ്വേട്ട. ഈ മനസ്സിലെ സ്നേഹം കാണാണ്ടിരിക്കാനും കഴിയില്ല. ഞാൻ തയ്യാറായി കഴിഞ്ഞു എല്ലാത്തിനും. What? നീലു, നീലു താൻ ശരിക്കും ദൈവങ്ങളെ ഒന്ന് ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ ഞാൻ എൻ്റെ പെണ്ണിനെ, എൻ്റെ മനസ്സറിഞ്ഞ്. നീലു, നീലു, ബസ്വേട്ട, ബസ്വേട്ട, உன் தலைமுடி கூட தாங்க முடியாது அன்பே.